السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ളയുടെ ലതായിഫുൽ മആരിഫ് എന്ന കിതാബിലെ റമളാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം വായിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുഖ്തസർ, അതിൽ അൽ മജ്ലിസ് റാബി, നാലാമത്തെ മജ്ലിസായി കൊടുത്തിട്ടുള്ള അവസാനത്തെ 10 ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധിച്ചിരുന്ന കാര്യങ്ങളെയാണ് പരാമർശിച്ചത്. അതിൽ ഹദീസിൽ വന്നിട്ടുള്ള 3 കാര്യങ്ങൾ, അതുകൊണ്ടുള്ള ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം പറഞ്ഞു. ഇനി അതിനെ തുടർന്നുകൊണ്ട് അവസാന 10ലേക്ക് ചേർത്തി പ്രത്യേകമായിക്കൊണ്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള കൊടുക്കുന്ന അടുത്ത കാര്യം മിൻഹ അൽ ഇഅ്തികാഫാണ്. ഇഅ്തികാഫുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ ഇതിനു മുമ്പേ പറഞ്ഞിരുന്നു. ഇനി ഇഅ്തികാഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നു, അതെങ്ങനെയാണ്, അതെന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്നീ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ പറഞ്ഞു, ഫഫി സ്വഹീഹൈൻ, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ عن عائشة رضي الله عنها أن النبي صلى الله عليه وسلم كان يعتكف العشر الأواخر من رمضان حتى توفاه الله. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലെ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ റൂഹ് പിടിക്കുന്നത് വരെ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നത് വരെ, വഫാത്താകുന്നത് വരെ അവസാനത്തെ 10, റമളാനിൻ്റെ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. വഫി സഹീഹുൽ ബുഖാരി, സഹീഹുൽ ബുഖാരിയിൽ കാണാം, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅ്തകിഫു ഫീ കുല്ലി റമളാൻ 10 അയ്യാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ റമളാനിലും 10 ദിവസം ഇഅ്തികാഫ് ഇരിക്കാറുണ്ട്. ഫലമ്മാ കാനൽ ആമുൽ ലദീ ഖുബിള ഫീഹി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൂഹ് പിടിക്കപ്പെട്ട വർഷത്തിൽ, അഥവാ മരണപ്പെട്ട വഫാത്തായ വർഷത്തിൽ ഇഅ്തകഫ 20, ആ വർഷം 20 ദിവസം ഇഅ്തികാഫിരുന്നിരുന്നു. 20 ദിവസം ഇഅ്തികാഫിരുന്നിരുന്നു. വഇന്നമാ കാന യഅ്തകിഫു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹാദിഹിൽ അശ്രി അല്ലതി യുത്ലബു ഫീഹാ ലൈലത്തുൽ ഖദ്രി ഖത്അൻ ലിഅശ്ഗാലിഹി വതഫ്രീഗൻ ലിബാലിഹി വതഖല്ലിയൻ ലിമുനാജാതി റബ്ബിഹി വദിക്രിഹി വദുആഇഹി. വഇന്നമാ കാന യഅ്തകിഫു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു റജബ് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിരുന്നിരുന്നത് ഫി ഹാദിഹിൽ അശ്രി അല്ലതി യുത്ലബു ഫീഹാ ലൈലത്തുൽ ഖദ്രി ഖത്അൻ, ഈ അവസാനത്തെ 10, അഥവാ ഏറ്റവും ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കേണ്ട ഈ അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിരുന്നിരുന്നത്. ലിഅശ്ഗാലിഹി വതഫ്രീഗൻ ലിബാലിഹി വതഖല്ലിയൻ ലിമുനാജാതി റബ്ബിഹി വദിക്രിഹി വദുആഇഹി, എന്തിനു വേണ്ടിയിട്ടാണ്? ആ ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ട ആ കാര്യങ്ങൾ മുഴുകാൻ വേണ്ടിയിട്ടും അതിനൊഴിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള മുനാജാത്തിലും ദിക്റിലും ദുആയിലും ഒക്കെ ആയിട്ട് അള്ളാഹുവിനോട് ദിക്ർ ചെയ്തും ദുആ ചെയ്തും രാത്രി നിന്ന് നിസ്കരിച്ചുമെല്ലാം ആ സമയം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, ആ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാൻ വേണ്ടി അവസാനത്തെ 10 ഇഅ്തികാഫിരുന്നിരുന്നു. وكان صلى الله عليه وسلم يحتجر حصيرا يتخلى فيها عن الناس فلا يخالطهم ولا يشتغل بهم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ ഒരു ടെന്റ്, ഒരു കൂടാരം പോലെ കെട്ടാറുണ്ടായിരുന്നു, വലിച്ചു കെട്ടാറുണ്ടായിരുന്നു. മസ്ജിദിനകത്ത് തന്നെ ഒരു ഭാഗത്ത് ചെറിയ രീതിയിൽ. എന്തിനാണത്? യതഖല്ലാ ഫീഹ അനിന്നാസ്, ജനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് ഒറ്റക്കായിട്ടിരിക്കാൻ വേണ്ടി. ഫലാ യുഖാലിതുഹും വലാ യശ്തഗിലു ബിഹിം, അവരുമായിട്ട് കൂടിക്കലർന്ന് അവരുമായിട്ട് മുഴുകാതെ ഒറ്റക്കായി അള്ളാഹുമായി മാത്രമായിട്ടിരിക്കാൻ വേണ്ടി മസ്ജിദിനകത്ത് തന്നെ ഒരു ചെറിയ മറ പോലെ സ്വീകരിച്ച് ചെറിയൊരു കൂടാരം പോലെ, ടെന്റ് പോലെ കെട്ടാറുണ്ടായിരുന്നു. വലിഹാദാ ദഹബൽ ഇമാമു അഹ്മദ്, അതുകൊണ്ടാണ് ഇമാം അഹ്മദ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്, ഇലാ അന്നൽ മുഅ്തകിഫ ലാ യുസ്തഹബ്ബു ലഹു മുഖാലത്തുൻ നാസ്
ഒരു ഇഅ്തികാഫ് ഇരിക്കുന്നവൻ മുഅ്തകിഫ് അവൻ എന്തുണ്ടാവരുത്, അവൻ ജനങ്ങളുമായി കൂടിക്കലരുന്ന അവസ്ഥ അവന് നല്ലതല്ല, അവന് അനുയോജ്യമല്ല, അവനത് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. അഥവാ ഇഅ്തികാഫ് നിയ്യത്താക്കി മസ്ജിദിൽ ഇരിക്കുകയാണെങ്കിൽ പിന്നെ ആളുകളുമായിട്ട് സംസാരിച്ച് ചിരിച്ച് കളിച്ച് വർത്തമാനം പറഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു ഇഅ്തികാഫ് ഇരിക്കുന്നവന് യോജിച്ചതല്ല. ഹത്താ വല ലിതഅലീമി ഇൽമിൻ വ ഇഖ്റാഇ ഖുർആനിൻ, എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് ഇൽമ് പഠിപ്പിക്കാനും ആളുകൾക്ക് ഖുർആൻ ഓതി കൊടുക്കാനാണെങ്കിൽ പോലും അത് വേണ്ട. നല്ല കാര്യങ്ങളാണ്, ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്, ഖുർആൻ ഓതി കൊടുക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. പക്ഷേ ഇഅ്തികാഫ് എന്നുള്ള ഇബാദത്തിലായിരിക്കുന്ന സമയത്ത് അതുപോലും വേണ്ടതില്ല, യോജിച്ചതല്ല. ബലിൽ അഫ്ളൽ ലഹു അൽ ഇൻഫിറാദു ബിനഫ്സിഹി വത്തഖല്ലി ബിമുനാജാതി റബ്ബിഹി വദിക്രിഹി വദുആഇഹി, അവൻ അഫ്ളലായിട്ടുള്ളത് ഒറ്റക്കാവുക. വത്തഖല്ലി ബിമുനാജാതി റബ്ബിഹി, അവൻ്റെ റബ്ബിനോടുള്ള രഹസ്യ സംസാരത്തിൽ അഥവാ ഒറ്റക്ക് നിസ്കരിച്ചും അതുപോലെ തന്നെ വദിക്രിഹി വദുആഇഹി, ദിക്ർ ചെയ്തും ദുആ ചെയ്തുമെല്ലാം അവനും റബ്ബും ഒറ്റക്കാവുന്ന സൃഷ്ടികളിൽ നിന്ന് മാറി നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഇഅ്തികാഫിൻ്റെ ലക്ഷ്യം. ഫൽ ഖുൽവത്തുൽ മശ്റൂഅത്തു ലിഹാദിഹിൽ ഉമ്മ, ഈ ഒറ്റക്കാവുക എന്നുള്ളത്, ഈ ഏകാന്തമായിട്ടുണ്ടാവുക എന്നുള്ളത് ദീനിന് ശർആക്കപ്പെട്ടതാണ്, ഈ ഉമ്മത്തിന് ശർആക്കപ്പെട്ടതാണ്. എപ്പോൾ? ഹിയൽ ഇഅ്തികാഫുൽ മസാജിദ്, മസ്ജിദിൽ ഇഅ്തികാഫ് ഇരിക്കുക എന്നുള്ളത്. ചില ആളുകൾ സന്യാസം പോലെ വിവാഹം കഴിക്കാതെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഒരു കൂടാരം കെട്ടി ആളുകളുമായിട്ടൊരു ബന്ധമില്ലാതെ അങ്ങനെ നിൽക്കുന്നത് കാണാം. അത് ഫിത്നയുടെ കാലഘട്ടത്തിൽ മാറി നിൽക്കുക എന്നുള്ളതല്ല, അതല്ലാതെ തന്നെ ഒരു സന്യാസം പോലെ വിവാഹവും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് പോകുന്ന ഒരവസ്ഥ, അതല്ല ദീനിൽ ശർആക്കപ്പെട്ടിട്ടുള്ള ഖുൽവ എന്ന് പറയുന്നത്, അഥവാ ഏകാന്തമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത്. ദീനിൽ ശർആക്കപ്പെട്ടിട്ടുള്ളത് ഇഅ്തികാഫ്, മസ്ജിദിൽ ഇഅ്തികാഫ് ഇരിക്കലാണ്. ഖുസൂസൻ ഫി ഷഹ്രി റമളാൻ, പ്രത്യേകിച്ച് റമളാൻ മാസത്തിൽ അല്ലാതെയും ഇഅ്തികാഫ് ഇരിക്കാം, ആ ഒരു നിയ്യത്തിലൊക്കെ ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട ഷർത്തുകളൊക്കെ പാലിച്ചുകൊണ്ട്. പക്ഷേ റമളാനിൽ പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചിട്ടുള്ള ചെയ്തിരുന്ന ഒഴിവാക്കാതിരുന്ന കാര്യമാണ്. ഖുസൂസൻ ഫിൽ അശ്റിൽ അവാഖിർ മിൻഹു, ആ റമളാനിൽ തന്നെ പ്രത്യേകിച്ച് അവസാനത്തെ 10 കമാ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്അലുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ടായിരുന്നത് പോലെ. അപ്പോൾ ഈ ഇടയ്ക്കെല്ലാം സലഫുകളുടെ ജീവിതത്തിലൊക്കെ അധിക പേരിലും കാണാവുന്നൊരു കാര്യമാണ്, ഇടയ്ക്കവർ ആളുകളുടെ കൂട്ടത്തിൽ നിന്നൊന്ന് മാറി നിൽക്കുന്ന അവസ്ഥ. ഈവൻ സ്വഹാബികൾ, ഓരോ നാട്ടിലെ ഗവർണർമാരായിട്ടുള്ള സ്വഹാബികൾ പോലും ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായതായിട്ട് ചരിത്രത്തിൽ കാണാം. അവർ കുറച്ച് ദിവസം അല്ലെങ്കിൽ 1-2 ദിവസങ്ങളിൽ മാറി നിൽക്കുന്ന ഒരവസ്ഥ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുമായിട്ട് ഒറ്റയ്ക്കുള്ള ഒരു ബന്ധം നന്നാക്കിയെടുക്കാൻ വേണ്ടി അവരേതെങ്കിലും മസ്ജിദുകളിലോ ഒക്കെ കാണാം. ഇബ്നു തൈമിയ റഹിമഹുള്ളയെ പറ്റി പറയുന്ന അദ്ദേഹം ആളുകൾ അവഗണിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾ അങ്ങനെ ശ്രദ്ധിക്കാതെയുള്ള മസ്ജിദൊക്കെ പോയി അദ്ദേഹം ഇതുപോലെ സമയം ചെലവഴിക്കാറുണ്ട്, അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുമെല്ലാം. ഇടയ്ക്കൊക്കെ, സ്ഥിരമായി ചെയ്യുക എന്നുള്ളതല്ല, ഇടയ്ക്കൊക്കെ. അപ്പോൾ റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അത് മാതൃക കാണിച്ച് തന്നിട്ടുള്ള ഒരു കാര്യമാണ്. അവനും റബ്ബും, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, നമ്മളും റബ്ബും മാത്രമായി ഒറ്റക്കാകുന്ന ഒരവസ്ഥ, അത് അള്ളാഹുവിന് ഏറ്റവും ഈ ഭൂമിയിൽ ഇഷ്ടമുള്ള അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ് മസാജിദുഹ, ഒരു മസ്ജിദിൽ, അതും അള്ളാഹു ഏറ്റവും മഹത്തരമായി തന്നിട്ടുള്ള റമളാൻ മാസത്തിൽ മുഴുകുക എന്നുള്ളതും ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ മഹത്തരമായിട്ട് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമായിരിക്കും അത്. അവൻ്റെ എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിവായിട്ടാണ് അവൻ നിൽക്കുന്നത്. അവൻ്റെ മനസ്സും ശരീരവും എല്ലാം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമ്മുടെ ജോലി, കുടുംബമൊക്കെ ഉണ്ടാവും, മനസ്സിൽ അള്ളാഹിനെ ദിക്ർ ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ അതിൽ തന്നെ ഗഫലത്തായി പോകുന്ന അവസ്ഥ ഉണ്ടാകും. പക്ഷേ ഇത് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും എല്ലാത്തിൽ നിന്നും ഒഴിവായിട്ട് അള്ളാഹുവിന് വേണ്ടി മാത്രം മാറി നിൽക്കുന്ന ഒരവസ്ഥ. എന്നിട്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, ഫമഅനൽ ഇഅ്തികാഫി ഹഖീഖതുഹു, ഈ ഇഅ്തികാഫിൻ്റെ ആശയവും അതിൻ്റെ യാഥാർത്ഥ്യവും എന്ന് പറഞ്ഞാൽ ഖത്ഉൽ അലായിഖി അനിൽ ഖലായിഖിൽ ഇത്തിസാൽ ബിഖിദ്മത്തിൽ ഖാലിഖ്, ബന്ധങ്ങൾ, കണക്ഷൻസ് മുറിച്ചിടുക. കണക്ഷൻസ് പറഞ്ഞാൽ സൃഷ്ടികളുമായിട്ടുള്ള ആ ബന്ധങ്ങൾ, ആ കെട്ടുകൾ മുറിച്ചിടുക. എന്തിനു വേണ്ടിയിട്ട്? ലിത്തിസാൽ ബിഖിദ്മത്തിൽ ഖാലിഖ്, സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഖിദ്മത്ത് ചെയ്ത് അള്ളാഹുമായിട്ടുള്ള ബന്ധം ശക്തമാക്കാൻ വേണ്ടി സൃഷ്ടികളുമായിട്ടുള്ള ബന്ധം ആ ദിവസങ്ങളിൽ മുറിച്ചിടുക. വകുല്ലമാ ഖവിയത്തിൽ മഅരിഫത്തു ബില്ലാഹ്, എത്രത്തോളമാണോ ഒരാൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും, വൽ മഹബ്ബത്തു ലഹു, അള്ളാഹുവിനോടുള്ള ഇഷ്ടവും, വൽ ഉൻസു ബിഹി, അള്ളാഹുവിനോടുള്ള അടുത്ത സാമീപ്യവും ഒക്കെ ആർക്കാണോ എത്രയാണോ ശക്തിപ്പെടുന്നത്,
ഔറസത് സാഹിബഹ അൽഇൻഖിതാഅ ഇലല്ലാഹി തആല ബിൽകുല്ലിയ അലാ കുല്ലി ഹാലിൻ. അങ്ങനെ ഒരാൾക്ക് ആർക്കാണോ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്, അള്ളാഹിനോട് ഇഷ്ടം, അള്ളാഹിൻ്റെ സാമീപ്യമൊക്കെ ഏറ്റവും ശക്തമായിട്ടുള്ളത്, അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും പൂർണ്ണമായി അള്ളാഹുലേക്ക് തിരിയുന്ന, സൃഷ്ടികളിൽ നിന്ന് ബന്ധം വിച്ഛേദിച്ച് അള്ളാഹുലേക്ക് തിരിയുന്ന ഒരവസ്ഥ ഉണ്ടാവും. അലാ കുല്ലി ഹാലിൻ, ഏത് സമയത്തും അവനെപ്പോഴും ആ ഒരവസ്ഥ ഉണ്ടാകും. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ അഥവാ റമളാനിലെ ഇഅ്തികാഫ് എന്ന് പറയുമ്പോൾ അത് പ്രത്യേകം അതിനായിക്കൊണ്ട് മാറി നിൽക്കുന്ന ഒരു സമയമാണ്. എന്നിട്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ പറയാനില്ല, യാ ലൈലത്തുൽ ഖദ്രി ലിൽ ആബിദീന ഉശ്ഹദി, ലൈലത്തുൽ ഖദ്ർ എന്ന് വിളിച്ചുകൊണ്ട് ചില സാഹിത്യപരമായിട്ടുള്ള വാക്കുകളിലൂടെ പറയാണ്, അള്ളാഹുവിൻ്റെ അടിമകൾക്ക്, അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് മുമ്പിൽ നീ സാക്ഷ്യമാവുക. യാ ഖദാമൽ ഖാനിതീന ഉർകഈ ലിറബ്ബിക് വസ്ജുദി, അള്ളാഹുവിന് മുമ്പിൽ വിനയം കാണിക്കുന്ന, താഴ്മ കാണിക്കുന്ന ആളുകളുടെ കാൽപ്പാടുകളെ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ റുക്കൂഉം സുജൂദും ചെയ്യുക. യാ അൽസിനത്തസ്സായിലീൻ ജുദ്ദി ഫിൽ മസ്അലതി വജ്തഹിദി, അള്ളാഹുവിനോട് തേടുന്ന ദുആ ചെയ്യുന്നവരുടെ നാവുകളെ നിങ്ങൾ അള്ളാഹുവിനോട് ധാരാളമായി ചോദിക്കുകയും ധാരാളമായി പരിശ്രമിക്കുകയും ചെയ്യുക. എന്നിട്ട് ചില ബൈത്തുകൾ കൊടുക്കുന്നുണ്ട് ഇബ്നു റജബ്. യാ റിജാലൽ ലൈലി ജിദ്ദു റുബ്ബ ദാഇൻ ലാ യുറദ്ദു, രാത്രിയുടെ ആളുകളെ നിങ്ങൾ കഠിനമായി പരിശ്രമിക്കുക, രാത്രിയിൽ തേടുന്ന ആളുകൾക്ക് തള്ളപ്പെടുകയില്ല. മാ യഖൂമുൽ ലൈല ഇല്ലാ മൻ ലഹു അസ്മുൻ വജിദ്ദു, ദൃഢനിശ്ചയവും അതുപോലെ തന്നെ പരിശ്രമിക്കുന്ന ആളുകളല്ലാതെ വേറെ ആരും രാത്രിയിൽ നിന്ന് നിസ്കരിക്കുകയില്ല, ഇബാദത്ത് ചെയ്യുകയില്ല. എന്നിട്ട് ഇബ്നു റജബ് പറയുകയാണ്, യാ മൻ ളാഅ ഉംറുഹു ഫീ ലാ ഷൈ, ഒന്നിലുമല്ലാതെ തൻ്റെ ആയുസ്, ഒന്നിലും ഒരു ഉപകാരമില്ലാത്ത, ഒന്നിലും കാര്യമായി ചെയ്യാതെ തൻ്റെ ആയുസ് നഷ്ടപ്പെടുത്തിയവനെ, ഇസ്തദ്രിക് മാ ഫാതക ഫീ ലൈലത്തിൽ ഖദ്ർ ഫഇന്നഹാ തുഹ്സബു ബിൽ ഉമർ, നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഈ ലൈലത്തുൽ ഖദ്റിൽ നീ നേടിയെടുക്കുക, അതൊരു ആയുസിൻ്റെ കണക്കിന് പകരമായി തീരുമെന്ന്. എന്നിട്ട് വേറെ ചില ബൈത്തുകൾ കൊടുക്കുന്നുണ്ട്. വലൈലത്തി വസ്ലിൻ ബാത മുൻജിസു വഅദിഹി സമീരിയ ഫീഹാ ബഅദ തൂലി മതാലി, ഈ രാത്രിയിൽ അള്ളാഹുമായിട്ടുള്ള സംസാരം അല്ലെങ്കിൽ വാഗ്ദാനം നടപ്പിലാകുന്ന, അള്ളാഹുവിനുമായിട്ട് ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കുന്ന ആ രാത്രി, സമീരിയ ഫീഹ ബഅദ തൂലി മതാൽ, ഒരുപാട് കാലത്തെ ആ ഗ്യാപ്പിന് ശേഷം അള്ളാഹുവിനോടുള്ള സംസാരിക്കാനുള്ള ഒരവസരമാണത്. ഷഫൈതു ബിഹാ ഖൽബൻ ഉത്തീല അലീലുഹു സമാനൻ ഫകാനത് ലൈലതൻ ബിലയാലി, എൻ്റെ കൽബ് ആ ഒരു സംസാരം കൊണ്ട് സംസാരിക്കുകയാണ്, അതിൻ്റെ കൽബിന് ഒരുപാട് രോഗം ബാധിച്ചിട്ടുണ്ട്, അതിനെപ്പറ്റിയൊക്കെ. സമാനൻ ഫകാനത് ലൈലതൻ ബിലയാലി, പല രാത്രികൾക്കും പകരമാകുന്ന ഒരു രാത്രിയിൽ, അഥവാ ലൈലത്തുൽ ഖദ്ർ രാത്രിയിൽ കൂടുതൽ ഇബാദത്ത് ചെയ്ത് നമുക്ക് ബാധിച്ചിട്ടുള്ള കുഴപ്പങ്ങളെല്ലാം പരിഹരിക്കണമെന്ന് കാവ്യരൂപത്തിൽ സാഹിത്യപരമായിട്ട് പറയുന്നു എന്ന് മാത്രം. ഖാല അല്ലാഹു തആല, എന്നിട്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, സൂറത്തുൽ ഖദ്റിലെ ആയത്തുകൾ കൊടുത്ത്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, തീർച്ചയായും നാം അതിനെ ഇറക്കിയത്, അഥവാ ഖുർആനിനെ ഇറക്കിയത് ലൈലത്തുൽ ഖദ്റിലാണ്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിനെ സംബന്ധിച്ച് നീ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹ്രിൻ, 1000 മാസത്തിനേക്കാൾ ഖൈറായതാണ് ലൈലത്തുൽ ഖദ്ർ എന്നുള്ളത്. ഖാല മാലിക്കുൻ, ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുകയാണ്, ബലഗനി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉരിയ അഅ്മാറൻ നാസി ഖബ്ലഹു ഔ മാ ശാ അല്ലാഹു മിൻ ദാലിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം മാലിക്കിന് റിവായത്ത് വന്നു കിട്ടിയിട്ടുണ്ട്, അതിനെപ്പറ്റി പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിക്കപ്പെട്ടു. എന്താണ് കാണിക്കപ്പെട്ടത്? ആളുകളുടെ മുൻപുണ്ടായിരുന്ന മുൻ സമുദായങ്ങളുടെയും അല്ലെങ്കിൽ എത്രയാണോ അള്ളാഹു ഉദ്ദേശിച്ചത് ആ കൂട്ടരുടെ എല്ലാം ആയുസ് എത്രയായിരുന്നു അവരുടെ ജീവിതകാലം എന്നുള്ളത് കാണിക്കപ്പെട്ടു. ഫകഅന്നഹു തഖാസറ അഅ്മാറ ഉമ്മത്തിഹി, അങ്ങനെ അത് കാണിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി തൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് എന്താണ്, കുറവാണ് എന്ന് അവരെ വെച്ച് നോക്കുമ്പോൾ. അഥവാ നമുക്കറിയാം നൂഹ് നബി അലൈഹി ഇസ്ലാം 950 പിന്നെ അതിൽ കൂടുതൽ, അതുപോലെ മുൻകഴിഞ്ഞ പല സമൂഹങ്ങളും വളരെയധികം കാലം ജീവിച്ചിരുന്ന ആയുസ് ഉണ്ടായിരുന്ന ആളുകളായിരുന്നു എന്ന് കാണാം. അപ്പോൾ അവരെ വെച്ച് നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് കുറവാണ്. അപ്പോൾ അവർക്ക് ഇബാദത്ത് ചെയ്യാൻ, അമലുകൾ ചെയ്യാൻ കുറേ സമയം കിട്ടിയിട്ടുണ്ട്, എൻ്റെ ഉമ്മത്തിന് അത്ര സമയം കിട്ടുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നി, കുറവാണ്. അല്ലാ യബ്ലുഗു മിനൽ അമലി അല്ലദീ ബലഗ ഗൈറുഹും ഫീ തൂലിൽ ഉമർ, അവർക്ക് കൂടുതൽ ആയുസ് കിട്ടിയത് കൊണ്ട്
അവർ ചെയ്തതുപോലെ കർമ്മങ്ങൾ ചെയ്ത് എത്താൻ എൻ്റെ ഉമ്മത്തിന് കഴിയില്ല എന്നുള്ള രീതിയിൽ ഫഅതാഹുല്ലാഹു ലൈലത്തുൽ ഖദ്രി ഖൈറൻ മിൻ അൽഫി ഷഹ്റിൻ, അങ്ങനെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്ത് നൽകി? ലൈലത്തുൽ ഖദ്ർ നൽകി, 1000 മാസത്തിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത്. അപ്പോൾ 1000 മാസം പറഞ്ഞാൽ ഏകദേശം 80 ചില്ലാനും എത്ര വർഷങ്ങൾ വരും. അങ്ങനെ ആ ഒരു രീതിയിൽ അതിൻ്റെ ഫളിൽ അത്രയും മഹത്തരമായിട്ടുള്ള ഫളിൽ നൽകുകയുണ്ടായി. അതുമാത്രമല്ല, ഈ ഉമ്മത്തിൽ ആയുസ് കുറവാണെങ്കിലും അമലുകൾക്ക് മറ്റുള്ളവർ ചെയ്യുന്ന അമലുകളേക്കാൾ പ്രതിഫലം കൂടുതലുണ്ട്. മറ്റുള്ളവരേക്കാൾ ഇരട്ടിയോ അല്ലെങ്കിൽ അതിനെ ഇരട്ടികളായിട്ട് പ്രതിഫലം കൂടുതൽ ലഭിക്കും ഈ ഉമ്മത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിലെ ആളുകൾക്ക്. വഫി സഹീഹൈൻ, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരാണോ ലൈലത്തുൽ ഖദ്റിൽ ഈമാനോടുകൂടി, ഇത് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടിയിട്ടാണ്, അള്ളാഹുവിന് എൻ്റെ മേലെയുള്ള അവകാശമാണ്, എനിക്ക് ഞാൻ വീട്ടിൽ കൊടുക്കേണ്ട കടമയാണ്, അല്ലെങ്കിൽ ആ നിലക്കൊക്കെ ഇബാദത്ത് ചെയ്യുകയാണ്. വഹ്തിസാബ, പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും, അങ്ങനെ ലൈലത്തുൽ ഖദ്റിൽ രാത്രി നിസ്കരിക്കുന്നവന് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അവന് പൊറുക്കപ്പെടുന്നതാണ്, അവന് പുറത്തു കൊടുക്കപ്പെടുന്നതാണ്. ഫൽമുബാദറത്തു ഫൽമുബാദറ ഇലാ ഇഗ്തിനാമിൽ അമലി ഫീമാ ബഖിയ മിന ഷഹർ. എന്നിട്ട് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാഹ് പറയാണ്, പ്രത്യേകിച്ച് നമ്മളോട് ലൈലത്തുൽ ഖദ്റിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള ഈ ഒരു സമയത്ത് പറയാണ്, ധൃതിപ്പെടുക, നിങ്ങൾ വളരെ ഗൗരവത്തിൽ ധൃതി കാണിക്കുക. ഇലഗ്തിനാമിൽ അമലി ഫീമാ ബഖിയ മിന ഷഹർ, ഈ മാസത്തിൽ ഇനി ബാക്കിയുള്ള ആ സമയത്ത് കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് നേട്ടങ്ങൾ നേടിയെടുത്തുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ടി ധൃതി കാണിക്കുക. ഫഅസാ അയ്യുസ്തദ്റക ബിഹി മാ ഫാത മിൻ ദിയാഇൽ ഉമൂർ, ഈ ആയുസ്സിൽ നീ നഷ്ടപ്പെടുത്തിയതിനൊക്കെ പകരമായിട്ട് ചിലപ്പോൾ ആ ഒരു സമയം കൊണ്ട് നിനക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന്. അഥവാ ഇത്രയും കാലം ചിലപ്പോൾ 30, 40, 50 വർഷമൊക്കെ ജീവിച്ചിട്ടുണ്ടാവും, ഒരുപാട് പാപങ്ങൾ മുഴുകിയിട്ടുണ്ടാവും, ഒരുപാട് കുറവുകൾ വന്നിട്ടുണ്ടാവും, അള്ളാഹുവിനോടുള്ള ഹക്ക് വീട്ടിയിട്ടുണ്ടാകില്ല, അങ്ങനെ പലതരത്തിലുള്ള തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എങ്കിൽ ഇനിയുള്ള ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ഈ ദിവസങ്ങളിൽ ഏറ്റവും അധികം പണിയെടുക്കുക, പരിശ്രമിക്കുക, കഴിഞ്ഞുപോയ നഷ്ടപ്പെട്ടു പോയതിനെല്ലാം അതൊരു പരിഹാരമായി തീരുന്ന അവസ്ഥയുണ്ടാകും. എന്നൊരു സുദീർഘമായി ലൈലത്തുൽ ഖദ്റിൻ്റെ ഫളിനെ അറിയിക്കുന്ന ചില ബൈത്തുകൾ കൊടുക്കുന്നുണ്ട്. അത് ഈ ഒരു കിതാബ് വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പലപ്പോഴും കവിതാ രൂപത്തിൽ ഇബ്നു റജബ് തന്നെ എഴുതിയതായിരിക്കും, അല്ലെങ്കിൽ വേറെ എഴുതിയിട്ടുള്ളത് കൊടുക്കുന്നതായിരിക്കും. അത് ചില പണ്ഡിതന്മാരുടെ രീതിയാണ്, അവരേതെങ്കിലും കാര്യം പറയുമ്പോൾ ബൈത്തുകൾ എഴുതിയിട്ട്. കാരണം ബൈത്തുകളിൽ അറബി അറിയുന്നവർക്ക് അതിൻ്റെ ആശയം വളരെ പൊതുവേ ഉണ്ടല്ലോ. പൊതുവെ ഏത് ഭാഷയിലാണെങ്കിലും കവിതകൾ എന്നുള്ളത്, ഒരു ഭാഷയിൽ ഒരാൾക്ക് പ്രാവീണ്യം കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു കവിത ഏറ്റവും നല്ല രീതിയിൽ വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് കൊടുക്കാൻ സാധിക്കുമ്പോഴാണ്. അപ്പോൾ അത്രയും മനോഹരമായിട്ട് ഉപമകളും അതിൻ്റെ രീതിയും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് കവിതകൾ എഴുതുക. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അതിൻ്റെ ആശയം പറയാൻ വായിച്ചിട്ട്, തവല്ലൽ ഉംറു ഫീ സഹ്വിൻ വഫീ ലഹ്വിൻ വഫീ ഖുസ്രിൻ, ഇതാ ആയുസ് കഴിഞ്ഞുപോയി അശ്രദ്ധയിലും മറവിയിലും വിനോദത്തിലും നഷ്ടത്തിലുമൊക്കെ ആയിട്ട്. ഫയാ വൈഅത മാ അൻഫഖ്തു ഫിൽ അയ്യാമി മിൻ ഉംരി, എൻ്റെ നഷ്ടമേ, അല്ലെങ്കിൽ ഞാൻ നശിപ്പിച്ച് കളഞ്ഞല്ലോ എൻ്റെ ആയുസ്സിൽ ഞാനൊന്നും പ്രവർത്തിക്കാതെ, എൻ്റെ ചെയ്യേണ്ട ഒന്നും ചെയ്യാതെ. വമാലി ഫിൽ ലദീ ളയ്യഅതു മിൻ ഉംരി മിൻ ഉദ്രിൻ, എനിക്ക് ആ നഷ്ടപ്പെടുത്തിയത്, എൻ്റെ ആയുസ്സിൽ ഞാൻ നഷ്ടപ്പെടുത്തിയതിന് ഇനി എനിക്കൊരു ഉദ്റും ബോധിപ്പിക്കാനില്ലല്ലോ. ഫമാ ഗഫലനാ അൻ വാജിബാത്തിൽ ഹംദി വശുക്രി, അള്ളാഹുവിനോട് ചെയ്യേണ്ട നിർബന്ധമായിട്ടുള്ള സ്തുതിയിലും നന്ദി കാണിക്കുന്നതിലും, അഥവാ ചെയ്യേണ്ട ഇബാദത്തുകളിലും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നതിലും ഒക്കെ ഞാൻ അശ്രദ്ധമായി പോയല്ലോ, അല്ലെങ്കിൽ നാം അശ്രദ്ധമായി പോയല്ലോ. അമാ ഖദ് ഖസ്സന അല്ലാഹു ബിശഹ്രിൻ അയ്യമ ഷഹ്രി, നമുക്കിതാ അല്ലാഹു തആല ഒരു മാസത്തിനെ പ്രത്യേകമാക്കി തന്നിരിക്കുന്നു മറ്റുള്ള ഏതൊരു മാസത്തിനേക്കാളും. ബിഷഹരിൻ അൻസല റഹ്മാനു ഫീഹി അഷ്റഫദ് ദിക്രി, എന്താണ് ആ മാസത്തിൻ്റെ പ്രത്യേകത? റഹ്മാനായ റബ്ബ് ഏറ്റവും അഷ്റഫായിട്ടുള്ള ദിക്ർ അഥവാ ഖുർആനെ ഇറക്കിയ മാസമാണത്. വഹൽ യുഷ്ബിഹു ഷഹ്റുൻ വഫീഹി ലൈലത്തുൽ ഖദ്രി, ഈ ഒരു മാസത്തിനോട് വേറെ ഏതെങ്കിലും മാസം സാദൃശ്യപ്പെടുമോ? അതിലാണെങ്കിലോ ലൈലത്തുൽ ഖദ്റുമുണ്ട്. ഫകം മിൻ ഖബരിൻ സഹ ബിമാ ഫീഹി മിനൽ ഖൈരി, എത്രയെത്ര ഹദീസുകളും മറ്റുമാണ്, അല്ലെങ്കിൽ ആയത്തുകളും ഹദീസുകളുമാണ് ഈ ഒരു രാത്രിയിൽ ഖൈറുണ്ട് എന്നതിനെപ്പറ്റി വന്നിട്ടുള്ളത്, സ്വഹീഹായി വന്നിട്ടുള്ളത്. റവൈന അൻ സിഖാത്തിൻ അന്നഹാ തുത്ലബു ഫിൽ വിത്രി, സിഖത്തായ റിവായത്തിൽ അഥവാ സ്വീകാര്യോഗ്യമായിട്ട് റിവായത്തുകളിൽ തന്നെ കാണാം അത് ഒറ്റ രാത്രികളിലാണ് തേടപ്പെടേണ്ടത് എന്ന്.
ഫതൂബാ ലിംറിഇൻ യത്ലുബ്ഹാ ഫീ ഹാദിഹിൽ അശ്രി, ഈ അവസാനത്തെ 10 അതിനെ തേടുന്ന, അതിന് പണിയെടുക്കുന്ന ഓരോരുത്തരും നല്ല ആശംസ അല്ലെങ്കിൽ അവന് മഹത്തായ പ്രതിഫലമുണ്ട്. ഫഫീഹാ തൻസിലുൽ അംലാകു ബിൽ അൻവാരി വൽ ബിർ, അതാ ഈ ദിവസത്തിൽ അതാ ലൈലത്തുൽ ഖദറിൽ അതാ മലക്കുകൾ പുണ്യമായിക്കൊണ്ടും അതുപോലെ പ്രകാശം കൊണ്ടും അഥവാ എല്ലാവിധ ഖൈറുകൾ കൊണ്ടും ഇറങ്ങുന്നു. വഖദ് ഖാല സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്രി, ആ ദിവസത്തിലാണെങ്കിൽ ഫജ്ർ വരെ രക്ഷയും സമാധാനവുമായിരിക്കുമെന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അലാ ഫദ്ഖിറൂഹാ ഇന്നഹാ മിൻ അൻഫസിദ് ദുഖരി, അതുകൊണ്ട് നിങ്ങൾ അതിനെ ഒരുമിച്ച് കൂട്ടുക, അതിൽ നിന്നുള്ള നേട്ടം നിങ്ങൾ സൂക്ഷിക്കുക, സ്റ്റോക്ക് ചെയ്ത് വെക്കുക. അത് ഏറ്റവും മൂല്യവത്തായിട്ടുള്ള സ്റ്റോക്കായിരിക്കും, അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുന്ന കാര്യമായിരിക്കും. ഫകം മിൻ മുഅ്തഖിൻ ഫീഹാ മിനൻ നാരി വലാ യദ്രി, എത്ര ആളുകളാണ് ഈ രാത്രിയിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നത്, നമുക്കറിയില്ല അത് എത്രയാണ് എന്നുള്ളത്. അപ്പോൾ ലൈലത്തുൽ ഖദറിൻ്റെ ഫضലുകളെ നമ്മൾ മുമ്പ് പറഞ്ഞതെല്ലാം ഒരു കവിതാ രൂപത്തിലായിക്കൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. ഇത്രയുമാണ് മജ്ലിസുർ റാബിയിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാ പറയുന്നത് അൽ മജ്ലിസുൽ ഖാമിസ്, 5ാമത്തെ ഒരു ചർച്ചയായിട്ട് ഫീ ദിക്രി സബ്ഇൽ അവാഖിർ മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ 7 ദിവസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അത് അവസാനത്തെ 10ഉം അതിൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൽ ചില റിവായത്തുകളിൽ, ചില ഹദീസുകളിൽ അവസാനത്തെ 7നെ പ്രത്യേകമായിട്ട് വന്നത് കാണാം. നമ്മൾ നന്മ പ്രതീക്ഷിക്കുന്ന ഒരാളെന്ന നിലക്ക് ഈ 10 ദിവസവും അത് പ്രതീക്ഷിക്കണം, അതിനുവേണ്ടി പണിയെടുക്കണം. പക്ഷേ ഹദീസുകളിൽ വന്ന ചർച്ച അനുസരിച്ച് 7 ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത കൂടി വന്നിട്ടുണ്ട്. ഫി സഹീഹൈൻ, ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ചിരിക്കുന്നു, അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്ന റിജാലൻ മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറൂ ലൈലത്തുൽ ഖദ്ർ ഫിൽ മനാമി ഫി സബ്ഇൽ അവാഖിർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ചില സ്വഹാബികൾക്ക് സ്വപ്നത്തിൽ കാണിക്കപ്പെടുകയുണ്ടായി ലൈലത്തുൽ ഖദ്ർ അവസാനത്തെ 7 ദിവസത്തിലാണ് എന്ന നിലക്ക് കാണിക്കപ്പെടുന്നുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം അറിയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വഹാബികൾ സ്വപ്നം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു കൊടുക്കും, അല്ലെങ്കിൽ സത്യപ്പെടുത്തും, എന്താണ് കാര്യം പറയും. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അറാ റുഇയാകും ഖദ് തവാതുഅത് ഫി സബ്ഇൽ അവാഖിർ, നിങ്ങൾ കണ്ടത്, ഞാൻ മനസ്സിലാക്കുന്നത് അത് അവസാനത്തെ 7 ദിവസത്തിൽ ചേർന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഫമൻ കാന മുതഹദ്ദിഹ ഫലിയതഹറഹ ഫി സബ്ഇൽ അവാഖിർ, ആരാണോ അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പണിയെടുത്ത് ഒരുങ്ങുന്നത് അവൻ ഈ അവസാനത്തെ 7-ൽ അവൻ ശ്രദ്ധിക്കട്ടെ, അല്ലെങ്കിൽ അവൻ അതിന് ആ അവസാനത്തെ 7 പ്രതീക്ഷിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോൾ റമദാനിൽ മൊത്തം തന്നെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിൽ അവസാനത്തെ പകുതിക്ക് ശേഷം പ്രത്യേകം ചില ഹദീസുകൾ നമ്മൾ പറഞ്ഞു, ഉബൈ ഇബ്നു കഅബിൻ്റെ ചെറിയ അസ്റുകളൊക്കെ പോലെ അതിൽ അവസാനത്തെ 10 വന്നിട്ടുണ്ട്. അവസാനത്തെ 10-ൽ 7 ദിവസം വേറെ പ്രത്യേകമായിട്ടും വന്നിട്ടുണ്ട്. വഫി സഹീഹ് മുസ്ലിമിൽ കാണാം, അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന ഒരു റിവായത്തിൽ, ഇൽതമിസൂഹാ ഫിൽ അശ്രിൽ അവാഖിർ ഫഇൻ ضعف അഹദുകും ഔ അജ്സ ഫലാ യുഗ്ലബന്ന അല സബ്ഇൽ ബവാഖി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ അവസാനത്തെ 10-ൽ ലൈലത്തുൽ ഖദ്റിനെ നിങ്ങൾ തേടുക, പ്രതീക്ഷിക്കുക. വൈൻ ളഅഫ അഹദുകും ഔ അജ്സ, ഇനി ആ 10 ദിവസവും ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ച് ഇബാദത്തിൽ മുഴുകാനും പണിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഫലാ യുഗ്ലബന്ന അല സബ്ഇൽ ബവാഖി, അവസാനത്തെ 7 ദിവസമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടാതെ വേറൊന്നും നിങ്ങൾക്ക് ആ പണിയെടുക്കുന്നതിൽ തടസ്സമാകാത്ത നിങ്ങളെ കീഴ്പ്പെടുത്തുന്ന രീതിയിലാകാതെ നോക്കണം എന്ന് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവസാനത്തെ 10-നുണ്ട്, അതിൽ 7 ദിവസം അവസാനത്തെ 7-നെ ഒരു പ്രത്യേകം ഒന്നുകൂടി ശ്രദ്ധിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. قد ذكرنا فيما تقدم أن النبي صلى الله عليه وسلم كان يجتهد في شهر رمضان على طلب ليلة القدر. നമ്മൾ മുമ്പ് പരാമർശിക്കുകയുണ്ടായി, മുമ്പ് പല പോസ്റ്റുകളിലായിട്ട് ചർച്ച ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ മുഴുവൻ ഈ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പണിയെടുത്തിരുന്നു, പരിശ്രമിച്ചിരുന്നു. വന്നഹു ഇഅ്തഖഫ മർറത്തൻ അൽ അശ്റൽ അവ്വല മിൻഹു, ഒരു സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിന്റെ ആദ്യത്തെ 10-നെ ഇഅ്തികാഫ് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണോ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചിട്ട്. ثم طلبها فاعتكف بعد ذلك العشر الأوسط, പിന്നെ അത് കഴിഞ്ഞിട്ട് മധ്യഭാഗത്തുള്ള 10, രണ്ടാമത്തെ 10-ൽ ഇഅ്തികാഫ് ഇരുന്നിട്ടുണ്ട്. ഫീ തലബിഹ, അതിലാകുമോ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചിട്ട്. وأن ذلك تكرر منه غير مرة,
അത് ഒരു തവണയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിട്ടുള്ളത്. ثم استقر امره على اعتكاف العشر الاواخر, പിന്നെ അവസാനത്തെ 10 എന്നുള്ളത് അറിയിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവസാനത്തെ 10 ഇഅ്തികാഫ് ഫി ത്വലബിഹ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ട് സ്ഥിരമായിരുന്നു. വഅമറ ബിത്വലബിഹ ഫീഹി, ആ അവസാനത്തെ 10 അത് പ്രതീക്ഷിക്കാൻ വേണ്ടി അതിനുവേണ്ടി പ്രതീക്ഷിച്ച് പണിയെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയും ചെയ്തു. ഫഫി സഹീഹൈൻ, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള മറ്റൊരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ 10 നിങ്ങൾ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുക അല്ലെങ്കിൽ അതിനുള്ള പണിയെടുക്കുക എന്ന് വന്ന് കാണാം അവസാനത്തെ 10. വൽ അഹാദീസു ഫിൽ മഅനാ കസീറത്തുൻ, ഇവിടെ ഈ ഒരു വിഷയത്തിൽ ലൈലത്തുൽ ഖദ്റിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളും അസറുകളുമെല്ലാം ധാരാളം വന്നിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ദിവസം ഏതായിരിക്കും അല്ലെങ്കിൽ ഏതാവാനാണ് സാധ്യത എന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയ ചർച്ചയാണ് ഈ റജബിൽ നടത്തുന്നത്. വകാന യഅ്മുറു ബിൽ തിമാസിഹാ ഫി ഔതാരിൽ അശ്റിൽ അവാഖിർ, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ഒറ്റ രാത്രികളിൽ പ്രത്യേകം അതിനെ പ്രതീക്ഷിക്കാനും അതിനെ തേടാനും വേണ്ടി പറഞ്ഞു. ഫഫി സഹീഹുൽ ബുഖാരി, സഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസിൽ കാണാം, അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൽതമിസു ലൈലത്തുൽ ഖദ്ർ ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ, റമളാനിലെ അവസാനത്തെ 10 പ്രതീക്ഷിക്കുക. ഫി താസിഅത്തിൻ തബ്ഖാ ഫി സാബിഅത്തിൻ തബ്ഖാ ഫി ഖാമിസത്തിൻ തബ്ഖാ, അതിൽ അവസാനത്തെ 9, 7, 5 അതിലൊക്കെ പ്രതീക്ഷിച്ചു കൊള്ളുക എന്ന നിലക്ക് പറഞ്ഞു കാണാം. ثم بعد ذلك امر بطلبها في السبع الاواخر, പിന്നെ ചില ഹദീസുകൾ വന്നതുപോലെ അവസാനത്തെ 7 പ്രത്യേകം നോക്കാൻ വേണ്ടിയിട്ടും വന്നിട്ടുണ്ട്. വഖാലൽ ജുംഹൂർ, ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞു, ഹിയ മുൻഹസിറത്തുൻ ഫിൽ അശ്റിൽ അവാഖിർ വഖ്തലഫു ഫി അയ്യി ലയാലിൽ അശ്രി അർജാ, ഇത് അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്ർ അവസാനത്തെ 10 എന്നുള്ളത് പ്രത്യേകമാക്കിയിട്ട് നമുക്ക് ധാരാളം വന്നിട്ടുണ്ട്. അതിൽ വലിയ സംശയമില്ലാതെ നമുക്ക് നോക്കാം. പക്ഷെ അത് ഏത് രാത്രിയാണ് എന്നുള്ളതിൽ അല്ലെങ്കിൽ ഏത് രാത്രിയിലാണ് കൂടുതൽ സാധ്യത എന്നുള്ളതിലൊക്കെ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വഖാലൽ അക്സറൂൻ, ധാരാളം ആളുകൾ പറഞ്ഞത്, ബൽ ബഅ്ലു ലയാലിഹി അർജാ മിൻ ബഅ്ലിൻ വഖാലു അൽ ഔതാറു അർജാ ഫിൽ ജുംല, അവർ ചില രാത്രികൾ മറ്റേതിനേക്കാൾ പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന നിലക്ക് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒറ്റ രാത്രികളാണ് പ്രതീക്ഷിക്കേണ്ടത് എന്ന നിലക്ക് ഭൂരിഭാഗം ആളുകളും പറഞ്ഞിട്ടുണ്ട്. സുമ്മ ഇഖ്തലഫു ഫി അയ്യി ഔതാരിഹി അർജാ, പിന്നെ ഒരു അഭിപ്രായ വ്യത്യാസമുള്ള ഏതാ, ഈ വിത്റായ ദിവസങ്ങളിൽ അവസാനത്തെ 10 എന്നുള്ളതിന് ഏകദേശം എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതിൽ വിത്റിലാണ് നോക്കേണ്ടതെന്ന് ഭൂരിഭാഗം ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ആ വിത്റുകളിൽ ഏത് രാത്രികളാണ്? ഇപ്പോൾ 21, 21, 23, 25, 27, 29 ഇതൊക്കെയാണ് വിത്ർ വരുന്നത്. ഇതിലേതാണ്? ഫമിൻഹും മൻ ഖാല, അതിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ലൈലത്തു 21, 21. ഇത് സഹാബികളിൽ നിന്നും താബിയങ്ങളിൽ നിന്നൊക്കെ വന്ന അസറുകളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. 21. വഹുവൽ മശൂർ അനി ഷാഫിഈ, ഇമാം ഷാഫിഈ റഹിമഹുള്ളയുടെ അടുക്കൽ നിന്നുള്ള ഏറ്റവും അറിയപ്പെട്ടിട്ടുള്ള മഷൂറായിട്ടുള്ള ഒരു അഭിപ്രായം 21 എന്നുള്ളതാണ്. വഹക്കിയ ലിശാഫിഈ ഖൗലുൻ ആഖർ, മറ്റൊരു അഭിപ്രായം കൂടി ഇമാം ഷാഫിയിലേക്ക് ചേർത്തിക്കൊണ്ട് അല്ലെങ്കിൽ സൂചിപ്പിച്ച് വന്നിട്ടുണ്ട്, അന്ന അർജാഹ ലൈലത്തു 23, അത് 23 എന്നുള്ള രീതിയിലും. വറജ്ജഹത് ത്വായിഫത്തുൻ ലൈലത 27, എന്നാൽ ഒരു കൂട്ടം പണ്ഡിതന്മാർ തർജീഹ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ മുന്തിച്ച് പറഞ്ഞിട്ടുള്ളത് 27 എന്നുള്ള അഭിപ്രായമാണ്. വഹകാഹു സൗരിയു അൻ അഹ്ലിൽ കൂഫ, കൂഫക്കാരിൽ നിന്ന് അങ്ങനെ ഒരു അഭിപ്രായം, കൂഫക്കാർ എന്ന് പറഞ്ഞാൽ അബു ഹനീഫ അവരുടെ മദ്ഹബിൽ നിന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ രീതിയിൽ നിന്ന് വന്നിട്ടുള്ളത് പിന്നെ 27 എന്ന നിലക്കാണ്. ഫഖാല നഹ്നു നഖൂൽ, എന്നിട്ട് ഇമാം സൗരി പറഞ്ഞു, നാം പറയുന്നു, ഹിയ ലൈലത്തു 27, അത് 27. ലിമാ ജാഅന അൻ ഉബയ്യ് ഇബ്നു കഅബിൻ, ഉബയ്യ് ഇബ്നു കഅബിൽ നിന്ന് വന്നിട്ടുള്ളത്. അതായത് കൂഫക്കാരുടെ മദ്ഹബ് അധികം അബു ഹനീഫയും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്നിട്ടുള്ള മദ്ഹബായിരിക്കും. ഉബയ്യ് ഇബ്നു കഅബിൻ്റെ അടുക്കൽ നിന്ന് വന്നിട്ടുള്ള അടിസ്ഥാനത്തിൽ സുഫിയാൻ അസ്-സൗരി പറയാൻ നാമും പറയുന്നത് 27 തന്നെയാണ്. വമിമ്മൻ ഖാല ബിഹാദ ഉബയ്യ് ഇബ്നു കഅബിൻ, ഉബയ്യ് ഇബ്നു കഅബിൽ നിന്ന് അങ്ങനെ ഒരു റിവായത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കായിട്ട്. വകാന യഹ്ലിഫു അലാ ദാലിക്, വെറുതെ പറഞ്ഞതല്ല, സത്യം ചെയ്ത് പറയാറുണ്ടായിരുന്നു ഉബയ്യ് ഇബ്നു കഅബ്, അഥവാ സത്യം ചെയ്ത് പറയാറുണ്ടായിരുന്നു അത് 27. വസിർ ഇബ്നു ഹുബൈഷ് വഅബ്ദത്ത് ഇബ്നു അബീ ലുബാബ, അതുപോലെ തന്നെ ഉബയ്യ് ഇബ്നു കഅബിന്റെ ശിഷ്യന്മാരായിരുന്നു സിർ ഇബ്നു ഹുബൈഷും അബ്ദത്ത് ഇബ്നു അബീ ലുബാബ. സിർ ഇബ്നു ഹുബൈഷ്
പിന്നെ നബി സ്വല്ലല്ലാഹു കണ്ടിട്ടുണ്ട്, പക്ഷേ മുസ്ലിമായ നിലക്ക് കാണാത്തത് കൊണ്ട് താബിയായിട്ടുള്ള വ്യക്തിയാണ്. സിർ ഇബ്നു ഹുബൈഷ് ഇബ്നു ഉബൈ ഇബ്നു കഅബിൽ നിന്ന് ഖുർആനൊക്കെ ഓതി കേട്ട് ഓരോന്ന് ഇറങ്ങാനുള്ള കാരണം എന്താണെന്നൊക്കെ ചോദിച്ചു പഠിച്ചിട്ടുള്ള ആളാണ്. വറുവിയ അൻ ഖനാൻ ഇബ്നു അബ്ദില്ലാ അൻ-നഹ്മി ഖാല സഅൽതു സിർറൻ അൻ ലൈലത്തുൽ ഖദർ. ഖനാൻ ഇബ്നു അബ്ദില്ലാ അൻ-നഹ്മി റഹിമഹുള്ള പറയുകയാണ്, സിറിനോട്, സിർ ഇബ്നു ഹുബൈഷ് റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിക്കുകയുണ്ടായി ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച്. ഫഖാല, അപ്പോൾ പറഞ്ഞു, കാന ഉമറു വ ഹുദൈഫത്തു വ ഉനാസു മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമറും ഹുദൈഫ റളിയല്ലാഹു അൻഹും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളിൽപ്പെട്ട പല ആളുകളും ലാ യശുക്കൂന അന്നഹ ലൈലത്തു 27, അവർക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല അത് 27 എന്നുള്ളതിൽ. അത് അവർ ഉറപ്പിച്ച പോലെയായിരുന്നു. ഖറജഹു ഇബ്നു ഷൈബ വഹുവ ഖൗലു അഹ്മദ് വ ഇസ്ഹാഖ്. ഇതാണ് ഇമാം അഹ്മദിൻ്റെയും ഇസ്ഹാഖ് ഇബ്നു റാഹ്വൈ എന്നിവരുടെ അഭിപ്രായമായിട്ട് വന്നിട്ടുള്ളത്. വസ്തദല്ല മൻ റജ്ജഹ ലൈലത 27 ബിഅന്ന ഉബയ്യ ഇബ്നു കഅബ് കാന യഹ്ലിഫു അലാ ദാലിക്. ഇവിടെ ഈ കൂട്ടർ 27 മുന്തിക്കാൻ അല്ലെങ്കിൽ 27 എന്ന് സാധ്യത പറഞ്ഞിട്ടുള്ള ഉലമാക്കളൊക്കെ അവരൊക്കെ എടുത്ത തെളിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉബയ്യ് ഇബ്നു കഅബിന്റെ കേവലം ഒരു അസർ മാത്രമല്ല, സത്യം ചെയ്ത് പറഞ്ഞതുകൊണ്ടാണ്. ദാലിക വയഖൂൽ ബിൽ ആയത്തി ഔ ബിൽ അലാമത്തി അല്ലതി അഖ്ബറനാ ബിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉബയ്യ് ഇബ്നു കഅബ് അങ്ങനെ സത്യം ചെയ്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ട ചില അടയാളങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ അടയാളങ്ങളൊക്കെ 27 ഈ രാവിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ചില അടയാളങ്ങൾ എന്താണ്? അന്നശംസ, അടയാളം നമ്മൾ പറഞ്ഞു, മഴ വർഷിക്കുന്ന ഒരവസ്ഥയുണ്ടാവും. കാരണം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെറ്റി വെള്ളവും മണ്ണും കൂടി കന്ന് നെറ്റിയിലുണ്ടായിരുന്നു എന്നൊക്കെ ചില വന്നിട്ടുണ്ട്. വേറൊരു അടയാളമാണ് അന്നശംസ തത്ലുഉ സബീഹതഹാ ലാ ശുആ ലഹാ, ഖറജഹു മുസ്ലിം. അന്നേ ദിവസം ആ രാവിലെ ലൈലത്തുൽ ഖദറിൻ്റെ കഴിഞ്ഞിട്ടുള്ള ആ രാത്രി കഴിഞ്ഞിട്ടുള്ള പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുമ്പോൾ അതിൻ്റെ കിരണങ്ങൾ ആ പ്രഭാതത്തിൽ ഉയരുന്ന സമയത്ത് ഉദിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ കിരണങ്ങൾക്കാണ് ശുആ എന്ന് പറയുക. ആ കിരണങ്ങൾ സൂര്യന് ഉണ്ടാവുകയില്ല എന്ന നിലക്ക് ഇല്ലാതെയാണ് ഉദിക്കുക എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ 27 കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആര് ഇങ്ങനെ പറഞ്ഞത്? ഉബയ്യ് ഇബ്നു കഅബ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ധാരാളം പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഒരു കൂട്ടം വലിയ വിഭാഗം പണ്ഡിതന്മാർ തന്നെ 27 മുന്തിച്ചിട്ടുള്ളത് ലൈലത്തുൽ ഖദർ ആകാനുള്ള സാധ്യതയിൽ. ഇതൊരു ചർച്ചയാണ്. നമ്മൾ അവസാനത്തെ 10 എല്ലാ ദിവസവും പ്രതീക്ഷിക്കേണ്ടതും പ്രത്യേകിച്ച് ഒറ്റയിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ്. വഫി മുസ്നദിൽ ഇമാം അഹ്മദിൻ്റെ മുസ്നദിൽ ഒരു റിവായത്തിൽ കാണാം, അനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ്, ഒരിക്കലും ഒരു വ്യക്തി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നി ഷെയ്ഖുൻ കബീറുൻ അലീലുൻ യശുഖു അലയ്യൽ ഖിയാം, ഞാൻ വയസ്സായ ഒരാളാണ്, പല രോഗങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, എനിക്ക് നിന്ന് നിസ്കരിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഫമുർനി ബിലൈലത്തിൻ ലഅല്ലല്ലാഹു യുവഫിഖ്നി ഫീഹാ ലിലൈലത്തിൽ ഖദർ, നിങ്ങൾ ഈ അവസാനത്തെ 10 ഒരു ദിവസം എന്നോട് പറയണം, ആ ഒരു ദിവസം ഞാൻ പണിയെടുത്തോളാം, ആ ഒരു ദിവസം ഞാൻ നിന്ന് നിസ്കരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തോളാം, അതുകൊണ്ട് ഞാൻ ഏത് ദിവസം അങ്ങനെ ചെയ്യേണ്ടത് എന്ന് നിൽക്കുക, ഏതെങ്കിലും ഒരു ദിവസത്തെ നിങ്ങളൊന്ന് എന്നോട് കൽപ്പിക്കണം. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബിസ്സാബിഅ, നീ അവസാനത്തെ 10 അഥവാ 27 രാവ് നീ ഈ നിലക്ക് വയ്യ, ബാക്കിയുള്ള ദിവസങ്ങളിൽ പണിയെടുക്കാൻ വയ്യ, നിന്ന് നിസ്കരിക്കാനൊന്നും വയ്യ, കുറേ ബുദ്ധിമുട്ടുണ്ട്, രോഗങ്ങളുണ്ട്, പ്രായമായിട്ടുണ്ട്, അപ്പോൾ നീ 27 രാവ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. വൈസ്നാദുഹു അലാ ഷർത്തുൽ ബുഖാരി, ഇത് ബുഖാരിയുടെ ഷർത്ത് പ്രകാരം ഈ സനദ് സഹീഹാണ് എന്ന് ഇബ്നു റജബുൽ ഹംബലി റഹിമഹുള്ള പറയാം. അപ്പോൾ ചില ആളുകൾ 27 മാത്രം നിൽക്കുന്നത്, ചില ആളുകൾ അതിനെ കളിയാക്കുകയും അല്ലെങ്കിൽ കണ്ടില്ലേ 27 മാത്രം വന്ന് നിൽക്കുന്നു എന്ന നിലക്കൊക്കെ പൊതുവെ പറയുന്നത് കാണാം, വേറെ ദിവസമൊന്നും വരാതെ 27 മാത്രം വരുന്നു എന്നുള്ള നിലക്കൊക്കെ. അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചില അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഈ നിലക്കുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരാൾക്ക് വയ്യ, ബാക്കിയുള്ള ദിവസമൊക്കെ ബുദ്ധിമുട്ടാണ്, അതിൽ 27 വന്നു എന്നുള്ളത് കൊണ്ട് അയാൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അയാൾക്ക് ലൈലത്തുൽ ഖദർ കിട്ടൂല, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല, അത് അള്ളാഹു ഉദ്ദേശിച്ച പോലെയാണ്. പക്ഷേ ഈ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. സാധിക്കാത്ത ആളുകൾ, കഴിവുള്ള ആളുകൾ എല്ലാ ദിവസവും വേണം പരിശ്രമിക്കണം, എത്തിക്കാഫിരിക്കണം, ഒറ്റയും ഇരട്ടയുമായ രാത്രികളൊക്കെ അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടതും ചെയ്യേണ്ടതൊക്കെയാണ്. പക്ഷേ അല്ലാത്ത ആളുകൾക്ക് ഇങ്ങനെയും അതിനെ ഉപയോഗിക്കാം. വമ്മൽ അമലു ഫീ ലൈലത്തുൽ ഖദർ, ഇനി ലൈലത്തുൽ ഖദറിൻ്റെ അമലുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. കുറച്ച് കൂടി വായിക്കാം.
فقد ثبت عن النبي صلى الله عليه وسلم أنه قال من قام ليلة القدر إيمانا واحتسابا غفر له ما تقدم من ذنبه. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ട ഹദീസാണ്, ഈമാനോടും ഇഹ്തിസാബോടും കൂടി ലൈലത്തുൽ ഖദറിൽ നിന്ന് നിസ്കരിക്കുന്നവന് മുൻ കഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. വഖിയാമുഹ ഇന്നമാ ഹുവ ഇഹ്യാഉഹ ബിത്തഹജ്ജുദ് ഫീഹാ വസ്സലാ. അതിൽ രാത്രി നിൽക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാത്രി നിസ്കരിച്ചു കൊണ്ടെല്ലാം ഉറക്കമൊഴിച്ച് നിസ്കരിക്കുക, ഇബാദത്തിലാവുക എന്നുള്ളതാണ്. വഖദ് അമറ ആയിഷത ബിദ്ദുആഇ ഫീഹാ അയ്ളൻ. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുമ്പോൾ ദുആ ചെല്ലാൻ വേണ്ടി ദുആ കൂടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഖാല സുഫിയാൻ അസ്-സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞു, അദ്ദുആഉ ഫി തിൽക്കൽ ലൈലത്തി അഹബ്ബു ഇലയ്യ മിനസ് സ്വലാ. സുഫിയാൻ അസ്-സൗരി പറയുകയാണ്, നിസ്കാരത്തിനേക്കാൾ എനിക്ക് ആ രാത്രികൾ ഇഷ്ടം ദുആ ആണ്. വമുറാദുഹു, അതിൻ്റെ ആ പറഞ്ഞ വാക്കിൻ്റെ ഉദ്ദേശം അന്ന കസ്റത്ത ദുആഇ അഫ്ളലു മിനസ് സ്വലാത്തി അല്ലദീ ലാ യക്സുറു ഫീഹ ദുആഉ. അതായത് നിസ്കരിക്കുമ്പോൾ ദുആ അധികരിപ്പിക്കാത്ത നിസ്കാരത്തിനേക്കാൾ അഫ്ളൽ എന്താണ്? കൂടുതൽ ദുആ വർദ്ധിപ്പിച്ചു കൊണ്ടുള്ള നിസ്കാരമാണ്. അത് ഐച്ഛികമായ നിസ്കാരമാണ്. നമുക്ക് സുജൂദിൽ എത്ര വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ തന്നെ റുക്കുവോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നിസ്കാരത്തിന് തശഹൂദിന് ശേഷമെല്ലാം നമുക്ക് അവസരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ധാരാളം ദുആ ചെയ്തുകൊണ്ടുള്ള നിസ്കാരമാണ് ദുആ ഇല്ലാതെ ഇങ്ങനെ നിസ്കരിക്കുന്നതിനേക്കാൾ അഫ്ളൽ. വൈൻ ഖറഅ വദഅ കാന ഹസനൻ. ഖുർആൻ നല്ല പാരായണം ചെയ്ത് അതുപോലെ തന്നെ നല്ല ദുആ ചെയ്തുകൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതാണ് ഉത്തമമായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായി നിന്ന് ഖുർആൻ പാരായണം ചെയ്യും. അത്ര തന്നെ റുക്കുവും അത്ര തന്നെ സുജൂദും അതുപോലെ തന്നെ അതിൻ്റെ ഇടയിലുള്ള ഇരുത്തും ബാക്കിയുള്ളതൊക്കെ ആ സമയത്തോളം തന്നെ കൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവിടുത്തെ നിസ്കാരം അങ്ങനെയാണ് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. വഖദ് കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതഹജ്ജദു ഫീ ലയാലി റമളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലെ രാത്രികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കമൊഴിച്ച് നിന്ന് നിസ്കരിക്കാറുണ്ട്. വയഖ്റഉ ഖിറാഅത്തൻ മുറത്തലത്തൻ. അവിടെ ഖുർആൻ പാരായണം മുറത്തലായിക്കൊണ്ട് തർത്തീലായിക്കൊണ്ട് അഥവാ അതിൻ്റെ ആശയത്തെ ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാരായണം. അതാണ് തർത്തീലായ പാരായണം എന്ന് പറഞ്ഞാൽ. ഖുർആൻ എന്താണ് ഓതുന്നത് എന്നുള്ളത് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലൊരു പാരായണം. ലാ യമുറു ബി ആയത്തിൻ ഫീഹാ റഹ്മത്തുൻ ഇല്ലാ സഅല വലാ ബി ആയത്തിൻ ഫീഹാ അദാബുൻ ഇല്ലാ തഅവ്വദ. അവിടുത്തെ രാത്രി നിസ്കാരത്തിലെ ഒരു രീതിയായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രീതിയായിരുന്നു, ആ ഖുർആൻ തർത്തീലായി പാരായണം ചെയ്യുമ്പോൾ അവിടെ റഹ്മത്തുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ കാരുണ്യമോ സ്വർഗമോ അനുഗ്രഹമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ചോദിച്ചുകൊണ്ട് അവിടെ പ്രാർത്ഥിക്കും. ഒരായത്ത് വന്നു, അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യവുമായി ബന്ധപ്പെട്ടൊരു കാര്യം വരികയാണെങ്കിൽ, സ്വർഗവുമായി ബന്ധപ്പെട്ടൊരു കാര്യം വരികയാണെങ്കിൽ സ്വർഗത്തെ തേടും, കാരുണ്യം ചോദിക്കും. ഇനി അതേ സമയത്ത് വലാബി ആയത്തിൻ ഫിഹ അദാബുൻ ഇല്ലാ തഅവ്വദ്, നരകത്തിലെ ശിക്ഷയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ മുൻഗാമികളെ നശിപ്പിച്ചതിനെ പറ്റിയിട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അതിൽ നിന്ന് രക്ഷ തേടിക്കൊണ്ടും. ഫയജ്മഉ ബൈന സ്വലാത്തി വൽ ഖിറാഅത്തി വദ്ദുആഇ വത്തഫക്കുർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം എന്ന് പറഞ്ഞാൽ കേവലം ഒരു നിസ്കാരം മാത്രമല്ല, അവ കുറേ ഓതി നിങ്ങൾ നിസ്കരിക്കാൻ മാത്രമല്ല, നിസ്കാരമുണ്ട്, ഖുർആൻ പാരായണമുണ്ട്, അതിൽ ദുആവുണ്ട്, തഫക്കുറുണ്ട്. അതിനെക്കുറിച്ച് ചുറ്റി ആലോചിക്കണം. ആ ദുആ ചെയ്യണമെങ്കിൽ അതിൻ്റെ ആശയം ആലോചിച്ചിട്ടാണ് ദുആ ചെയ്യുന്നത്. ഇതെല്ലാം ഉൾക്കൊണ്ട രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിരുന്നത്. വഹാദാ അഫ്ളലുൽ അഅ്മാലി വഅക്മലുഹാ ഫീ ലയാലിൽ അശ്രി വഗൈരിഹാ. അതാണ് ഏറ്റവും കർമ്മങ്ങളിൽ പരിപൂർണമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള രീതി. അത് റമളാനിലെ അവസാനത്തെ 10 അതല്ലാത്തപ്പോഴുമൊക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. വല്ലാഹു അഅലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം അങ്ങനെയായിരുന്നു. അതുപോലെ ഒരു മുസ്ലിം ഈ സമയത്തും നിസ്കരിച്ച് അതിൻ്റെ നേട്ടം എടുക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗങ്ങൾ ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ ആ ഫസ്റ്റ് ലാൻഡ് മുഴുവൻ വായിക്കാം, ഒരു 2 പേജ് കൂടിയുള്ളൂ. റിയാഹു ഹാദിഹിൽ അസ്ഹാരി തഹ്മിലു അനീനൽ മുദ്നബീൻ വ അൻഫാസൽ മുഹിബ്ബീൻ വ ഖസ്സത്ത് തായിബീൻ. ഈ ലൈലത്തുൽ ഖദറിൻ്റെ അവസാനത്തിലുള്ള അല്ലെങ്കിൽ റമളാനിലെ അസ്ഹാറുകൾ അഥവാ ഫജ്റിന് മുമ്പുള്ള ആ സമയം എന്നുള്ളത് പാപം ചെയ്തവരുടെ ഖേദം കൊണ്ടുള്ള കരച്ചിലിൻ്റെ ശബ്ദവും അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള ഇഷ്ടമുള്ളവരുടെ നിശ്വാസങ്ങളും തൗബ ചെയ്തവർ അവരുടെ കുറ്റങ്ങൾ ഏറ്റുപറയുന്നതിൻ്റെയും കാറ്റടിക്കുന്ന ഒരു സമയമാണ്. ലൗഖാമൽ മുദ്നിബൂന ഫി ഹാദിൽ അസ്ഹാർ. ഈ സഹർ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഫജ്റിന് മുമ്പുള്ള നമ്മൾ സഹൂറൊക്കെ കഴിക്കുന്ന ആ സമയം. ആ സമയത്ത് ഒരു പാപി എഴുന്നേറ്റ് നിന്ന് അള്ളാഹുവിനോട് അല അഖ്ദാമിൽ ഇൻകിസാർ പൊട്ടി തകർന്ന അവസ്ഥയിലായിക്കൊണ്ട് അള്ളാഹുവിനോട് വറഫഉ ഖസസൽ ഇഅ്തിദാർ
അവന് വിട്ടുവീഴ്ച നൽകണമെന്നുള്ള ഉദ്റുകൾ ബോധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ഇങ്ങനെ തൻ്റെ ദുഃഖമെല്ലാം വെളിവാക്കി പറയുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ മദ്മൂനുഹ അതിനെ ചേർത്തി പറയാൻ പറ്റുന്ന ഒരു അവസ്ഥ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂറത്ത് യൂസുഫിലെ 88-ാമത്തെ ആയത്ത് കൊടുക്കുകയാണ്. അഥവാ ആ സമയത്ത് പാപം ചെയ്തു പോയ ഒരാൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് അവൻ്റെ കുറ്റങ്ങൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിനോട് തൗബ ചോദിക്കുന്ന ആ സമയത്ത് ഉദ്ർ ബോധിപ്പിക്കുന്ന ആ സമയം അതിനൊരു ഉദാഹരണമായിട്ട് അതിനെ എങ്ങനെ ബന്ധപ്പെടുത്തുക എന്ന നിലക്ക് പറയാണ് സൂറത്ത് യൂസുഫിലെ 88-ാമത്തെ ആയത്ത്. ഫലമ്മാ ദഖലു അലൈഹി, ഈ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സഹോദരങ്ങൾ ദാരിദ്ര്യം കഷ്ടപ്പാടൊക്കെ ആയപ്പോൾ അവർ മിസ്റിൽ വന്നിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് ആവശ്യം ചോദിക്കുകയാണ്. അസീസ് പറഞ്ഞാൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം എന്തെങ്കിലും ഭക്ഷണം കാര്യങ്ങൾക്ക് തരണം, കുടുംബം പട്ടിണി കഷ്ടപ്പാടാണ് നിലക്ക്. അപ്പോൾ ആ സഹോദരങ്ങൾ വന്നിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ചോദിക്കുക. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞ ആളുകളാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത ആളുകളാണ് പിന്നീട് വരുന്നത്. അവർ വന്നു ഖാലു യാ അയ്യുഹൽ അസീസ്, എന്നിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു മസ്സന വഅഹ്ലന അദ്ദുറു വജിനാ ബിബിദാഅത്തിൻ മുസ്സാത്ത് ഫൗഫി ലനൽ കൈല വതസദ്ദഖ് അലൈനാ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ട്, ദാരിദ്ര്യം കഷ്ടപ്പാടൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ അന്ന് എന്താ വെച്ചാൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവരുടെ കയ്യിലുള്ള ഓരോ നാട്ടുകാർ അവരുടെ കയ്യിൽ എന്താണോ ചരക്കുള്ളത് അത് വാങ്ങിയിട്ട് അതിന് പകരമാണ് കൊടുക്കാറുള്ളത് ഭക്ഷണം കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ പറയുന്നത് ബിവാഅത്തിൻ മുസ്ജാത്ത്, അതാ വില കുറഞ്ഞ തുച്ഛമായ ആർക്കും വേണ്ടാത്ത കുറച്ച് ചരക്കുകളാണ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഫൗഫി ലനൽ കൈൽ, അപ്പോൾ ഞങ്ങൾക്ക് അതിന് പകരം നല്ല സാധനങ്ങൾ കൃത്യമായിട്ട് വീട്ടിൽ തരണം. അപ്പോൾ തസദ്ദഖ് അലൈന, ഞങ്ങളുടെ മേലെ സ്വതക്കയായിട്ടെങ്കിലും തരണം എന്ന് പറയാണ്. അപ്പോൾ ഇതുപോലെയാണ് ഈ കണ്ടോ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പൊട്ടക്കിണറ്റിൽ എറിഞ്ഞ സഹോദരന്മാർ വന്നിട്ട് അവരുടെ അവസ്ഥ പറഞ്ഞ് ഞങ്ങൾക്ക് തരാനുള്ളത് തുച്ഛമായിട്ടുള്ള കാര്യങ്ങളാണ്, പകരം ഞങ്ങൾക്ക് തരണേ എന്ന് അവർ പറയുന്ന പോലെയാണ് ഈ സുഹൂറിൻ്റെ അല്ലെങ്കിൽ അസ്ഹാറുകളിൽ സഹറിൻ്റെ സമയത്ത് അള്ളാഹുവിനോട് ചെയ്ത തെറ്റുകൾ ഏറ്റു പറഞ്ഞ ഒരാളുടെ അവസ്ഥ എന്നുള്ളത് ബന്ധപ്പെടുത്തി പറയാൻ. അപ്പോൾ അലൈഹ, അവർക്ക് മറുപടി ആയിട്ട് കിട്ടിയത്, അവർക്ക് വെളിവായി വന്ന കാര്യം എന്താ? അവസാനത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാം അവരോട് മറുപടി പകരം പറഞ്ഞത് എന്താ? 92-ാമത്തെ ആയത്തിൽ കാണാം ഖാല ലാ തസ്രീബ അലൈക്കുമുൽ യൗം, അവരോട് തിരിച്ച് യൂസുഫ് നബി അലൈഹി സ്വലാം എടുത്ത നിലപാട് എന്താ? നിങ്ങളുടെ മേലെ ഒരു ആക്ഷേപം ഒരു കുറ്റവുമില്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. വഹു അർഹമുർ റാഹിമീൻ, അവൻ അങ്ങേയറ്റം കാരുണ്യം ചൊരിയുന്നവനാണ്. അതായത് അള്ളാഹു തആല ഇങ്ങനെ ഖേദിച്ച് മടങ്ങുന്ന ഒരടിമയോട് അള്ളാഹു തആല കാരുണ്യം ചൊരിയുന്ന പുറത്തു നൽകുന്നവനാണ്. അപ്പോൾ ആ ഒരു അതിനോട് ചേർത്തി വേണമെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ പറയാം എന്ന് പറഞ്ഞ് ഇബ്നു റജബ് കൊടുക്കുകയാണ്. ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു അറഅയ്ത ഇൻ വാഫഖ്തു ലൈലത്തുൽ ഖദ്ർ, ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ് ലൈലത്തുൽ ഖദ്ർ ആയി എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലൈലത്തുൽ ഖദ്ർ ആണ് എന്ന് എനിക്ക് തോന്നുന്ന ഒരു ദിവസത്തിൽ മാ അഖൂലു ഫീഹ, ഞാൻ എന്താണ് പറയേണ്ടത്? ഖാല ഖൂലി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പറയുക അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ നീ അഫുവാണ്, നീ അങ്ങേയറ്റം പാപങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, നീ അഫുവിനെ ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു അന്നി, എന്നോട് നീ അഫു കാണിക്കണമേ, എനിക്ക് നീ അഫു നൽകണമേ എന്ന് പറയാൻ. ഈ ദുആ പ്രത്യേകം ശ്രദ്ധിക്കണം. അവസാനത്തെ 10 ധാരാളമായി നമ്മുടെ നാവിൽ ഉണ്ടാകേണ്ട, അല്ലെങ്കിൽ ഓരോ സന്ദർഭത്തിനും ഓരോ ദുആകളുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം അതിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ള കാര്യം എന്താണ്? ഏത് ദിക്റാണ്, ഏത് ദുആണ്? സ്വലാത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചൊല്ലലാണ് വെള്ളിയാഴ്ച ദിവസത്തിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. അതുപോലെ ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെ ഇടയിൽ ഏറ്റവും അഫ്ളലായ കാര്യം എന്താണ്? ഏറ്റവും അഫ്ളൽ ദുആ ചെയ്യലാണ്. ഖുർആൻ പാരായണത്തേക്കാൾ ആ സമയത്ത് അഫ്ളൽ ദുആ ചെയ്യലാണ്. അതുപോലെ അവസാനത്തെ 10 ഏറ്റവും അഫ്ളലായിട്ടുള്ള ദുആ ഈ ദുആ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ളതാണ്. ഈ ഫസ്ൽ കഴിഞ്ഞിട്ടില്ല, ഇൻഷാ അല്ലാഹ് നമുക്ക് വായിക്കാം, അടുത്ത ദിവസങ്ങളിൽ തുടർന്ന് വായിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.